ഹൈറേഞ്ച് ലോ റേഞ്ച് പ്രദേശങ്ങളിലെ ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കോതമംഗലം രൂപത സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ജീവ മിൽക്ക്. ഒരു നല്ല പാല് എങ്ങനെ തിരിച്ചറിയാം? പാലിനെ സംബന്ധിച്ചോളം 3 ക്വാളിറ്റികളുണ്ട്. ഫിസിക്കൽ ക്വാളിറ്റി, കെമിക്കൽ ക്വാളിറ്റി, മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി. ഈ 3 ക്വാളിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്ലാന്റിൽ വരുന്ന ഈ പാലെല്ലാം നമ്മൾ ഈ 3 പരിശോധനകൾക്കും വിധേയമായിട്ടാണ് പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പാലിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി, പാലിന് ഒരു നിറമുണ്ട്, രുചിയുണ്ട്, മണമുണ്ട്, സ്വാഭാവിക അസിഡിറ്റി ഉണ്ട്. അതുപോലെ പാലിലെ ധാരാളം ഘടകങ്ങൾ, പോഷക ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഫാറ്റ്, പ്രോട്ടീന്, ധാതുക്കൾ, മിനറൽസ് ഇവയെല്ലാം ഉണ്ട്. പാലിനെ സംബന്ധിച്ചോളം 87% വെള്ളമാണ്, ബാക്കി 13% മാത്രമേ ഉള്ളൂ ടോട്ടൽ സോളിഡ്സ് ഉള്ളൂ. അപ്പം അതിനെ നമ്മൾ പരിശോധിക്കുന്നത് പാലിലുള്ള മെയിനായിട്ട് പാല്, കൊഴുപ്പിതര ഘടകങ്ങൾ, അതായത് ഫാറ്റും SNF-ഉം. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ഷീരകർഷകർക്ക് വില നൽകുന്നത്. പാല് 73 ഡിഗ്രിയിൽ ചൂടാക്കി 15 സെക്കൻഡ്സ് നിലനിർത്തി 5 ഡിഗ്രി താഴെ പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ക്ഷീരകർഷകരിൽ നിന്നും ഗുണനിലവാരാടിസ്ഥാനത്തിൽ പാൽ സംഭരിച്ച് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഉപഭോക്താക്കൾ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ മോട്ടോ. അതെ, ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ വിജയവും ലക്ഷ്യവും. ഇന്ന് ജീവ ഉൽപ്പന്നങ്ങളായ ജീവ ടോൺ മിൽക്ക്, ജീവ ഹോമോജനൈസ് ടോൺ മിൽക്ക്, ജീവ സിൽവർ, ജീവ ചായ സ്പെഷ്യൽ 1 ലിറ്റർ, ജീവ നറുനെയ്, ജീവ കുട്ടിത്തൈര്, അതുപോലെ ഞങ്ങൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ജീവ ടബ് കേട്, നാടൻ ഉറ ഉപയോഗിച്ച് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവ കട്ടത്തൈര്. ആ കട്ടത്തൈര് വളരെയധികം ആളുകൾക്ക് പ്രീതി പിടിച്ചുപറ്റിയിട്ടുള്ള ഞങ്ങളുടെ ഉൽപ്പന്നമാണ്. ഇത്ര ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ 5 ജില്ലകളിൽ ഞങ്ങൾ വിതരണം ചെയ്യുകയാണ്. ക്ഷീരകർഷകരും ഉപഭോക്താക്കളും തമ്മിൽ ഒരു ചെയിൻ ഉണ്ടാക്കിക്കൊണ്ട് കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല ഉൽപ്പന്നം കൊടുക്കുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങളുടെ ഈ ഓരോ വളർച്ചയ്ക്കും പിന്നിൽ ഒത്തിരി കഠിന അധ്വാനമുണ്ട്. കാരണം 10,000-ഓളം വരുന്ന ക്ഷീരകർഷകർ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ 4,000-ഓളം വരുന്ന ഏജൻസികൾ വഴി 3.5 ലക്ഷത്തോളം ഉപഭോക്താക്കളിലേക്ക് പ്രതിദിനം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയവും. നമ്മുടെ പ്രസ്ഥാനത്തിൽ 150ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിനനുയോജ്യമായ ക്വാളിഫൈഡ് വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 24 hours വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് പ്ലാന്റാണ് നമുക്കുള്ളത്. ജീവനക്കാരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഓരോ വർഷവും ടൂർ പ്രോഗ്രാമുകൾ നടത്തി വരുന്നു. അവർക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിലേക്കായി മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഒക്കേഷൻസിലും എല്ലാവരും കലാപരിപാടികളും മറ്റുമായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടുന്നു. ജീവനക്കാർക്ക് വളരെ സബ്സിഡി റേറ്റിൽ
സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന ഒരു ക്യാൻറ്റീൻ ഇവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം അവരുടെ ഭവനങ്ങളിലേക്ക് ആവശ്യമായ അരിയും മറ്റു പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് തികച്ചും സൗജന്യമായി നൽകി വരുന്നു. ജീവനക്കാർക്ക് ഭവനമില്ലാത്ത ഒരു ജീവനക്കാരന് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി വർഷത്തിലൊരിക്കൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നു. വളരെ സംതൃപ്തിയോടെയാണ് ഓരോ വ്യക്തികളും ഓരോ ദിവസവും ഇവിടെ കടന്നു പോകുന്നത്. ക്ഷീരകർഷകരിൽ നിന്ന് ഗുണമേന്മയുള്ള പാൽ ശേഖരിച്ച് ഗുണമേന്മയുള്ള പാലും പാലുൽപ്പന്നങ്ങളും ജീവ മിൽക്കിൽ നിന്ന് ഉപഭോക്താക്കളിൽ എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തക്കണ്ടത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനും സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം ക്ഷീരകർഷകർക്ക് ഇൻസെൻറ്റീവായും ക്ഷീരകർഷകരുടെ 1 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായമായും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പായും ഇവിടെ നിന്ന് സഹായങ്ങൾ ചെയ്തു വരുന്നു. അതുപോലെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ടോയ്ലറ്റ് കൺസ്ട്രക്ഷനായിട്ടും ഹൗസ് മെയിൻ്റനൻസിനായിട്ടും ചികിത്സ സഹായമായിട്ടും എല്ലാം സഹായങ്ങൾ ചെയ്തു വരുന്നു. ഓരോ തുള്ളിയും പോഷകസമ്മർദ്ദം എന്ന ആപ്തവാക്യം ജീവ മിൽക്കിലെ ഓരോ സ്റ്റാഫും ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ഗുണമേന്മയുള്ള പാല്, തൈര്, നെയ്യ് എന്നിവ പ്രതിദിനം ഉപഭോക്താക്കളിൽ എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു.